ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ മഹാനായ പൗലോസ് ഭാഗം 203. ഒരു പുറജാതിക്കാരനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് എന്നുള്ള കുറ്റാരോപണം പൗലോസിന് മേൽ ഉന്നയിച്ച് അവനെ കൊന്നുകളയുവാൻ യഹൂദന്മാരായ ജനക്കൂട്ടം ശ്രമിക്കുമ്പോൾ റോമൻ പട്ടാള മേധാവി ഏകദേശം 470 പേരടങ്ങുന്ന ഒരു ബ്രിഗേഡ് റോമൻ സൈന്യവുമായി സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെത്തി പൗലോസിനെ ബന്ധിച്ച് അന്റോണിയ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ നിർദ്ദേശിച്ചു. ഉത്സവ സമയങ്ങളിൽ ഈ സൈന്യം അതീവ ജാഗ്രത പുലർത്തി വന്നിരുന്നു. സഹസ്രാധിപനായ ക്ലോഡിയസ് ലിസിയാസ് ശതാധിപന്മാരും പടയാളികളുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവരെ കണ്ടപ്പോൾ ആ മതാന്ധന്മാർ പൗലോസിനെ അടിക്കുന്നത് നിർത്തി. യഥാസമയം റോമൻ സംരക്ഷണം സൈനിക രൂപത്തിൽ ഓടിയെത്തിയതുകൊണ്ട് പൗലോസ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇങ്ങനെ പൗലോസിനെ പിടിച്ച് കൈക്ക് 2 ചങ്ങല വെച്ച് ബന്ധിക്കുവാൻ സഹസ്രാധിപൻ ആജ്ഞ കൊടുത്ത പ്രകാരം പടയാളികൾ അങ്ങനെ ചെയ്തു. ഇവൻ ആര്, ഇവൻ എന്ത് ചെയ്തു എന്ന് സഹസ്രാധിപൻ പരക്കെ ചോദിച്ചു. മറുപടി പെട്ടെന്നായിരുന്നു. എന്നാൽ ഒന്നും വ്യക്തമാകാത്ത നിലയിൽ ഓരോരുത്തർ ഓരോ നിലയിൽ പറയുകയാണ് മറുപടിയായി. മറ്റു ചിലർ മറ്റു തരത്തിൽ പറഞ്ഞു. ഇങ്ങനെ ആ വലിയ കൂട്ടത്തിൽ, ആ ആരവാരത്തിൽ കാര്യമൊന്നും വ്യക്തമാകില്ലെന്ന് മനസ്സ് വന്നപ്പോൾ അത് മനസ്സിലാക്കിയ ഈ സഹസ്രാധിപൻ അന്റോണിയ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. ഇങ്ങനെ ഈ സൈന്യം പൗലോസിനെ ബന്ധിച്ച് അന്റോണിയ കോട്ടയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അമളി ഈ ജനത്തിന് മനസ്സിലായത്. കാരണം അവരുടെ കയ്യിൽ കിട്ടിയ ഇര അവർക്ക് നഷ്ടമാകുന്നു. അപ്പോഴേക്കും അവർ അവനെ കൊന്നുകളയുക എന്ന് ആർത്തു പറഞ്ഞുകൊണ്ട് മുന്നോട്ടാഞ്ഞു. ഏതാനും പടയാളികൾ പൗലോസിനെ കയ്യിലെടുത്തത് കൊണ്ടാണ് ബാക്കി പടികൾ പൗലോസിന് കയറുവാൻ കഴിഞ്ഞത്. ഇങ്ങനെ പൗലോസ് മരണത്തിൽ നിന്നും തലനാരിഴ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട് അന്റോണിയ പടിക്കെട്ടുകൾ താണ്ടി നിൽക്കുന്നു. ഇങ്ങനെ കോട്ടയിൽ കടക്കാൻ തുടങ്ങിയപ്പോൾ സഹസ്രാധിപനോട് സംസാരിക്കുവാൻ പൗലോസ് അനുവാദം ചോദിച്ചു. അപ്പോഴാണ് പൗലോസിന് ഗ്രീക്ക് ഭാഷ അറിയാമെന്ന് സഹസ്രാധിപന് ബോധ്യമായത്. അപ്പോൾ സഹസ്രാധിപന് ഒരു സംശയം, അതായിരിക്കുമോ ഇത്, അല്ലെങ്കിൽ ആ വ്യക്തിയാണോ ഈ വ്യക്തി? കാരണം ഏതാനും നാൾക്ക് മുമ്പ് 4000 കൊടും ഭീകരന്മാരെ നയിച്ചുകൊണ്ട് റോമൻ ഭരണകൂടത്തിനെതിരായി വിപ്ലവം സംഘടിപ്പിച്ച ഒരു മിസ്രൈമൻ, ആ മിസ്രൈമൻ ഈ പൗലോസ് തന്നെയല്ലേ എന്ന് ഒരു സംശയം. ഈ സംഭവത്തെ യഹൂദ ചരിത്രകാരനായ ജോസിഫസ് തൻ്റെ ജൂയിസ് വാർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലിങ്ങനെയാണ്, ജോസിഫസിൻ്റെ പുസ്തകത്തിൽ 30,000 ഭീകരന്മാരെ എന്നാണ് കാണുന്നത്. എന്നാൽ ബൈബിളിൽ കാണുന്ന 4000 എന്ന സംഖ്യയാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. മറ്റൊന്ന്, ഒരു പ്രവാചകനാണെന്ന് അവകാശപ്പെട്ട ഈ മിസ്രൈമ്യൻ 3 വർഷം മുമ്പ് 30,000 ഭീകരന്മാരെ സംഘടിപ്പിച്ച് യെരുശലേമിലേക്ക് മാർച്ച് ചെയ്തു. പട്ടണത്തെ ആക്രമിക്കുമ്പോൾ നഗരമതിൽ ഇടിഞ്ഞു വീഴും എന്ന് അയാൾ തൻ്റെ അനുയായികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. പക്ഷേ പെട്ടെന്ന് റോമൻ ഗവർണറായ ഫേലിക്സ് വലിയൊരു സൈന്യവുമായി വന്ന് അവരെ ആക്രമിക്കുകയും അവരെ 600 പേരെ കൊല്ലുകയും ചെയ്തു. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. ഈ നേതാവും അന്ന് രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ആ മിസ്രൈമ നേതാവ് വീണ്ടും ഒരു വിപ്ലവം സംഘടിപ്പിക്കാൻ വന്നതായിരിക്കും എന്നാണ് സഹസ്രാധിപൻ പൗലോസിനെ നോക്കി സംശയിച്ചത്. അല്ല, നിങ്ങൾക്ക് ഗ്രീക്ക് അറിയാമെന്നോ? ലിയോസ് അത്ഭുതം കൂറി പൗലോസ് ചോദിക്കുകയാണ്. കുറച്ചു മുമ്പ് കഠാരയേന്തിയ 4000 പേരെ റോമക്കാർക്കെതിരായി ഇളക്കി മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആ ഈജിപ്തുകാരനല്ലേ നിങ്ങൾ എന്ന് അദ്ദേഹം ചോദിച്ചു. പൗലോസ് അതിനിങ്ങനെ മറുപടി പറഞ്ഞു, അല്ല, ഞാൻ പ്രസിദ്ധ നഗരമായ തർസോസിൽ ജനിച്ച പൗരനായ ഒരു യഹൂദനാണ്. സഹസ്രാബ്ദിന് പിന്നെയും ഒരു അത്ഭുതം. അപ്പോൾ ഈ ആൾ വിദ്യാസമ്പന്നനും മാന്യനുമാണല്ലോ, ലിയോസ് ചിന്തിച്ചു. തുടർന്ന് ലിയോസ് പൗലോസിനോട് സംസാരിക്കാൻ അനുവദിച്ചത് പ്രകാരം പൗലോസ് പറയുകയാണ്, ഈ ജനത്തോടൊന്ന് സംസാരിക്കുവാൻ എന്നെ അനുവദിക്കണം. സഹസ്രാധിപന് വീണ്ടും ആളിനെപ്പറ്റി മതിപ്പ് തോന്നി. അതെ, സംസാരിച്ചോളൂ, അദ്ദേഹം അനുവദിച്ചു. ബന്ധിതൻ്റെ ഒരു കൈ ചങ്ങലിൽ നിന്ന് വേർപെടുത്തുവാൻ അദ്ദേഹം ഒരു പടയാളിയോട് പറഞ്ഞു. അങ്ങനെ പൗലോസിൻ്റെ ഒരു കൈയിൽ ചങ്ങലയുമായി താൻ പടിക്കെട്ടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നിലയുറപ്പിച്ചു. തുടർന്ന് എബ്രായ ഭാഷയിൽ പൗലോസ് പ്രസംഗിക്കുവാൻ തുടങ്ങി. അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.